നമസ്കാരം കേട്ടോ, ജയനാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹീന്ദ്ര 5 ഡോർ താറിൻ്റെ ചെറിയൊരു അപ്ഡേറ്റ് ആട്ടോ. അപ്പോൾ മഹീന്ദ്രയുടെ 5 ഡോർ താറിങ് എത്താറായിട്ടുണ്ട്. ഈ വർഷം തന്നെ ലോഞ്ച് ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്. ഓഗസ്റ്റോ അല്ലെങ്കിൽ സെപ്റ്റംബറോട് കൂടിയാണ്, അല്ലെങ്കിൽ ദീപാവലിയുടെ ആ ഒരു ടൈമൊക്കെ ആട്ടോ പ്രതീക്ഷിക്കുന്ന ടൈം, ലോഞ്ച് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ അതിൻ്റെ ടെസ്റ്റ് എല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന ഒത്തിരി വീഡിയോസ്, നമ്മൾ സ്പൈഡ് വീഡിയോസ് പുറത്ത് വരുന്നുണ്ട്. അതായത് ഇവിടുന്ന് അവർ കാശ്മീർ വരെ ഓടിച്ച് എല്ലാ ടെറൈനിലും ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ ഒരെണ്ണം നമ്മൾ നേരത്തെ കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയ്ക്ക് ഒരു പോപ്പുലറായിട്ട് കണ്ടെന്ന് പറഞ്ഞാൽ റോയൽ എൻഫീൽഡിൻ്റെ ഹിമാലയൻ്റെ ടെസ്റ്റ് ഡ്രൈവും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഇതും കാശ്മീർ വരെ ഓടിച്ച് ഇവർ പല ടെറൈനുകളിൽ ഓടിച്ച് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ പല സ്ഥലത്തു നിന്നുള്ള വീഡിയോസ് എന്തായാലും സ്പൈഡ് ഇമേജസും വീഡിയോസ് എല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ അതിലെ കുറച്ച് വീഡിയോസ് ആട്ടോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ലോഞ്ച് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഗസ്റ്റ് സെപ്റ്റംബറോട് കൂടി എന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പം എന്തായാലും 5 ഡോർ താറിൻ്റെ കുറച്ച് ഡീറ്റെയിൽസും വിശേഷങ്ങളും ഇൻറ്റീരിയറിൻ്റെ സ്പെക്കുകൾ അല്ലെങ്കിൽ ഫീച്ചേഴ്സ് എന്തൊക്കെയായിരിക്കും എന്നൊക്കെ പറഞ്ഞുള്ളൊരു വീഡിയോ ആട്ടോ ഇന്നത്തെ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പുറത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഓവറോൾ വരുന്നതെന്ന് പറഞ്ഞാൽ പുതിയ ഗ്രിൽ ഡിസൈൻ വന്നിട്ടുണ്ട്. അതുപോലെ ഹെഡ് ലാംപ്സും അതുപോലെ ടെയിൽ ലാംപ്സും ഫോഗ് ലാംപ്സും എല്ലാം തന്നെ LED മാറിയിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിൽ വരുന്നതെന്ന് പറഞ്ഞാൽ 360 ഡിഗ്രി ക്യാമറ വരുന്നുണ്ട്, പാർക്കിംഗ് സെൻസേഴ്സ് വരുന്നുണ്ട്. അതുപോലെ അഡാസിൻ്റെ ഫീച്ചേഴ്സ്, സേഫ്റ്റിയുടെ കാര്യത്തിലേക്കും മഹീന്ദ്ര കൂടുതലായിട്ട് വന്നു കഴിഞ്ഞാൽ അഡാസിൻ്റെ ഫീച്ചേഴ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞു എന്നാണ് പറയുന്നത്. റെയറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും LED ആയിട്ടുള്ള ഹെഡ് ലാമ്പ്, ടെയിൽ ലാംപ്സ് വരുന്നുണ്ട്. അതുപോലെ ബെമ്പറിലേക്ക് സെൻസർ വരുന്നുണ്ട്. അതുപോലെ ബാക്കിൽ റെയർ വൈപ്പർ കാണിച്ചിട്ടുണ്ട്. അതുപോലെ നമുക്ക് 360 ഡിഗ്രി ക്യാമറയ്ക്കുള്ള ഓപ്ഷൻസ് വരുന്നുണ്ട്. റൂഫിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പനോരമിക് അല്ല സൺറൂഫ് വരുന്നുണ്ട്. സൈഡ് പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ വരുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് സെക്കൻഡ് റോ സീറ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള ഡോർ ആഡ് ചെയ്തിട്ടുണ്ട്. ഡോറിൻ്റെ നോക്കുമ്പോൾ സി പില്ലറിലാണ് അതിൻ്റെ ഹാൻഡിൽ വന്നിരിക്കുന്നത്. വെർട്ടിക്കലായിട്ട് അല ചെയ്തിരിക്കുന്ന ആ ഒരു സി പില്ലറിൽ വരുന്ന ഹാൻഡിൽസ് കാണാൻ പറ്റും. ഇത്രയൊക്കെ മാറ്റമാണ് പുറത്തുനിന്ന് നോക്കി കാണാൻ പറ്റുന്നത്. പിന്നെ ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ പുതിയ അലോയ് വീൽസ് ആട്ടോ വന്നിരിക്കുന്നത്. പുതിയൊരു ഡിസൈനിലുള്ള അലോയ് വീൽസാണ് വരുന്നത്. 19 ഇഞ്ച് അലോയ് വീൽസാണ് വന്നിരിക്കുന്നത്. ടോപ്പ് എൻഡിലേക്ക് വരുമ്പോഴത്തേക്ക് 20 ഇഞ്ചിൻ്റെ അലോയ് വീൽസാണ് പറയുന്നത്. പുതിയൊരു ഡിസൈനോടുകൂടി ഡയമണ്ട് കട്ട് അലോയ് വീൽസാണ് വരുന്നത് കേട്ടോ. അതുപോലെ ഗ്രില്ലിലും ചെറുതായിട്ട് ഡിസൈൻ വ്യത്യാസം വന്നിട്ടുണ്ട്. പഴയ താറിനെ കഴിഞ്ഞും പുതിയൊരു ഡിസൈനാണ് ഗ്രില്ല് കൊണ്ടുവന്നിരിക്കുന്നത്. ബമ്പറും ബാക്കി കാര്യങ്ങളെല്ലാം തന്നെ പഴയ ഡിസൈൻ തന്നെയാണ്, പഴയ താറിൻ്റെ തന്നെ. റൂഫിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സൺറൂഫുണ്ട്. റെയറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ബാക്കിൽ നിന്ന് കാണുമ്പോഴത്തേക്ക് കാണാൻ പറ്റും റെയറിൽ ഡീഫോഗറും വൈപ്പറും അതുപോലെ തന്നെ വാഷറും അങ്ങനെയുള്ള കാര്യങ്ങൾ കാണാൻ പറ്റും. പിന്നെ നമുക്ക് റെയർ വ്യൂ ക്യാമറയൊക്കെയുള്ള ഓപ്ഷൻസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ പാർക്കിംഗ് സെൻസേഴ്സ് പുറകിൽ നിന്നുള്ള വരുന്നുണ്ട്. പിന്നീടായിട്ട് കൂടുതലായിട്ട് മാറ്റം വന്നിരിക്കുന്നത് ഇൻറ്റീരിയറിൽ തന്നെയാട്ടോ. ഇൻറ്റീരിയറിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് സ്കോർപ്പിയോ എന്നിൻ്റെയും അതുപോലെ XUV 700യുടെയും മിക്സ് ആയിട്ടുള്ള ഒരു ഇൻറ്റീരിയറാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇൻറ്റീരിയറിൽ മ്യൂസിക് സിസ്റ്റത്തിന് റൂഫ് മൗണ്ട് ആയിട്ടുള്ള സ്പീക്കർ ഉണ്ടായിരുന്നു താറിൽ. അത് സെയിം ഇതുപോലെ തന്നെ വരുന്നുണ്ട്. ബാക്കിലേക്ക് വരുന്നുണ്ട്. ബാക്കിലും ഫ്രണ്ടിലും അതുപോലെ സെൻറ്ററിൽ മൗണ്ട് ചെയ്തിരിക്കുന്ന സ്പീക്കറുകൾ വരുന്നുണ്ട്. അതുപോലെ റെയർ സീറ്റിലേക്കുള്ള AC വെൻറ്റുകളും അതുപോലെ USB ചാർജിങ് പോർട്ടുകളും റെയർ സെൻറ്ററിൽ വരുന്ന ആംറസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ വരുന്നുണ്ട്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 5 ഡോർ താർ എന്ന് പറഞ്ഞാൽ ഒരു ഫാമിലിനെ ഉദ്ദേശിച്ചുകൊണ്ടാണ് മെയിനായിട്ട് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ 4x2 വേർഷനും അതുപോലെ 4x4 വേർഷനും വരുന്നുണ്ട്. ഓഫ് റോഡ് പോകാനും അങ്ങനെയുള്ള ഉപയോഗങ്ങൾ, ഒരു അഡ്വഞ്ചർ ട്രിപ്പൊക്കെ താല്പര്യമുള്ളവർക്ക് 4x4 വേർഷൻ എടുക്കാം. അതുപോലെ അല്ലാതെ ഫാമിലി ഒരു ക്രേസ് ആയിട്ട് ഉപയോഗിക്കുന്നവർക്ക് 4x2 വേരിയൻറ്റും വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മെയിൻലി ഫാമിലികളെ കൂടി ഇപ്പോൾ തന്നെ ഓൾറെഡി ഉള്ള താർ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൂടുതലും ഫാമിലി തന്നെയാണ്. അഡ്വഞ്ചർ പഴയ ജീപ്പ് പോലെ ഓഫ് റോഡ് പോകണ മാത്രമുള്ളവരല്ല, ഒരു അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ചെറിയ ട്രിപ്പൊക്കെ ഇഷ്ടപ്പെടുന്നവർ ഒത്തിരി പേര് താർ എടുക്കുന്നുണ്ട്. 4x4 വേർഷൻ ഇപ്പോൾ ഓൾറെഡി ഉള്ള താറാണെങ്കിൽ തന്നെ. അപ്പോൾ എന്തായാലും ഒരു ഫാമിലിയോട് ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഇത്തവണ 5 ഡോർ താർ കൂടി വരുന്നത് എന്തായാലും നമുക്ക് പറയാൻ പറ്റും. അതുപോലെ തന്നെ 7 സീറ്റ് ഓപ്ഷൻ പോലെ ബൊലീറോയ്ക്കുള്ള പോലെ ബാക്കിലേക്ക് വരുന്ന ഒരു ചെറിയ സീറ്റുകളോ കാര്യങ്ങളൊന്നുമില്ല. ബാക്കിൽ നമുക്ക് അതുപോലെ തന്നെ ബൂട്ട് സ്പേസ്, ആവശ്യത്തിനുള്ള സ്പേസ്, നമുക്ക് സ്റ്റോറേജ് സ്പേസ് കിട്ടും. അതുപോലെ നമുക്ക് സെക്കൻഡ് സീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത്രയൊക്കെ കാര്യങ്ങളാണ് പറയാനുള്ളത്. സൺറൂഫിൻ്റെ കാര്യങ്ങളുണ്ട്. അതുപോലെ ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇൻഫോർടൈൻമെൻ്റ് ആണെങ്കിലും അതുപോലെ തന്നെ ടച്ച് സ്ക്രീനാണ് എല്ലാം തന്നെ വരുന്നത്. 10.4 ഇഞ്ചിന് മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട്, അല്ലെങ്കിൽ ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം വരുന്നുണ്ട്. ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ആണെങ്കിലും ടച്ച് സ്ക്രീനാണ് വരുന്നത്. നമ്മുടെ XUV 700 അല്ലെങ്കിൽ XUV 400 കണ്ട ആ ഒരു രീതിയിലുള്ളതാണ് വരുന്നത്. സ്റ്റിയറിംഗ് വീൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സ്കോർപ്പിയോ എന്നിൽ വരുന്ന സ്റ്റിയറിംഗ് വീലാണ് വരുന്നത്. സ്റ്റിയറിംഗ് മൗണ്ട് കൺട്രോൾസ്, മ്യൂസിക്കും അതുപോലെ തന്നെ സ്റ്റിയറിംഗ് മൗണ്ട് കൺട്രോൾസ് എല്ലാം വരുന്ന സ്റ്റിയറിംഗ് വീൽ തന്നെയാണ് വരുന്നത്. പുതിയ AC വെൻറ്റിൻ്റെ ഡിസൈൻ അല്പം കൂടി പഴയ താറിനെ കഴിഞ്ഞും വലിപ്പം കൂടിയിട്ടുള്ള AC വെൻറ്റിൻ്റെ റൗണ്ടഡ് ആയിട്ടുള്ള ആ ഒരു ഡിസൈൻ തന്നെയാണ് പുതിയ. അതുപോലെ സേഫ്റ്റിയുടെ ഫീച്ചേഴ്സിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. 6 എയർ ബാഗ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ എയർ ബാഗ്സ്, അതുപോലെ തന്നെ ഡാസിൻ്റെ ഫീച്ചേഴ്സ് അങ്ങനെയുള്ള എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് സേഫ്റ്റിക്കും മുൻതൂക്കം നൽകിക്കൊണ്ട് തന്നെയാണ് ഇത്തവണ താറും വരുന്നത് കേട്ടോ. നമ്മുടെ ടാറ്റയിലൊക്കെ നമ്മൾ കണ്ടു സേഫ്റ്റി 5 സ്റ്റാർ റേറ്റിംഗ് വാങ്ങിച്ചിട്ട് ടാറ്റ മുന്നിട്ട് നിൽക്കുകയാണ്. അതോടൊപ്പം തന്നെ മഹീന്ദ്രയും മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും മഹീന്ദ്രയുടെ സ്കോർപ്പിയോ എന്നിനെ ബേസ് ചെയ്ത് കുറേ വണ്ടികൾ ഇനിയും വരാനുണ്ട് കേട്ടോ. അതുപോലെ തന്നെ മഹീന്ദ്രയുടെ സ്കോർപ്പിയോ എന്നിൻ്റെ ലൈഫ് സ്റ്റൈൽ പിക്കപ്പ് ഒരെണ്ണം സ്കോർപ്പിയോ എന്നിൽ ബേസ് ചെയ്ത് ഒരെണ്ണം ലോഞ്ച് ചെയ്യാനുള്ള അത്ര ഒരു ന്യൂസും വന്നിട്ടുണ്ട്. അതിൻ്റെയും അവർ ടാഗ് ലൈൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പേരൊക്കെ നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. അതുപോലെ ഈ പുതിയ 5 ഡോർ താറിൻ്റെ പേര് അവർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അർമാഡ എന്നാട്ടോ പേര് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഏതാണ്ട് 7ഓളം പേര് സജഷൻ വന്ന് നമ്മൾ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു. അത്തരം പേരുകളിൽ നിന്ന് ഇപ്പോൾ ഫൈനലായിരിക്കുന്ന പേര് അർമഡ എന്നാണ്. അതായത് പഴയ അർമഡയുടെ ആ ഒരു
പേര് തന്നെയാണ് പുതിയ 5 ഡോർ ഥാറും വരാൻ പോകണമെന്ന് പറയുന്നു. എന്തായാലും അതിൻ്റെ പുതിയ വിശേഷങ്ങൾ, അതായത് കറക്റ്റായിട്ടുള്ള ഡീറ്റെയിൽസ് ഒന്നും പുറത്ത് വന്നിട്ടില്ല. എന്തായാലും ഇപ്പോൾ വരുന്ന ന്യൂസ് അനുസരിച്ച് അർമഡ എന്ന പേര് തന്നെയാണ് ഫൈനലായിരിക്കുന്നത്. അപ്പോൾ ഇനിയുള്ള എഞ്ചിൻ ഓപ്ഷൻസ് ആട്ടോ, 2 എഞ്ചിനും വരുന്നുണ്ട്. പെട്രോളും ഡീസലും വേരിയൻറ്റ് വരുന്നുണ്ട്. ഡീസലിൻ്റെ എന്ന് പറയുമ്പോൾ 2.2 ലിറ്ററിൻ്റെ എഞ്ചിനാണ് വരുന്നത്. അത് പെട്രോളിൻ്റെ എന്ന് പറഞ്ഞാൽ 2 ലിറ്റർ ടർബോ എഞ്ചിനായിരിക്കും വരാൻ പോകുന്നത് കേട്ടോ. ഇത്രയൊക്കെയാണ് പുതിയ ഥാറിൻ്റെ അല്ലെങ്കിൽ 5 ഡോർ ഥാറിൻ്റെ വിശേഷങ്ങൾ കേട്ടോ. എന്തായാലും നമുക്ക് ഈ വർഷം ഒരു മൂന്നാം ക്വാർട്ടറിൽ പ്രതീക്ഷിക്കാമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.